അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് നടന്നത് കിടിലൻ ഒരു മത്സരം തന്നെയായിരുന്നു കേട്ടോ. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടന്നത്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് 351 റൺസാണ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 50 ഓവറിൽ അവർക്ക് സ്വന്തമാക്കാനായത്. അവരുടെ ഡക്കറ്റാണ് അവരുടെ കളിയിൽ താരമായത്. 165 റൺസാണ് ഡക്കറ്റ് ഇംഗ്ലണ്ടിന് വേണ്ടി സ്വന്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് തന്നെയാണ് ടീമിനെ 351 എന്നുള്ള അത്യാവശ്യം നല്ലൊരു ടോട്ടൽ എടുക്കാൻ, ഓസ്ട്രേലിയക്കെതിരെ നല്ലൊരു ടോട്ടൽ എടുക്കാൻ ഇംഗ്ലണ്ടിനായി. പക്ഷേ കാര്യങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച ഒരു മറുപടി ബാറ്റിംഗ് തന്നെയായിരുന്നു ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ജോഷ് 120 റൺസ്, അദ്ദേഹത്തിൻ്റെ ഒരു നട്ടല് തന്നെയായിരുന്നു. ഓസ്ട്രേലിയയുടെ നെടുന്തൂണായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ അലക്സ് ക്യാരി 69, മാത്യു ഷോട്ട് 63 റൺസ് എന്നിങ്ങനെയായിരുന്നു അവരുടെ മികച്ച ബാറ്റ്സ്മാൻമാർ. അവരുടെ കരുത്തിൽ തന്നെയാണ് ഓസ്ട്രേലിയ 356 റൺസ് 47.3 ഓവറിൽ ഓസ്ട്രേലിയക്ക് കളി ജയിക്കാനായത്. ഒരു മികച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട്. 5 വിക്കറ്റിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ ഇന്നത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കാൻ സാധിച്ചത്. മാക്സ്വെല്ലും അവസാന നിമിഷത്ത് ഇറങ്ങി മാക്സ്വെൽ നന്നായിട്ട് കളിച്ചു. 32 റൺസാണ്, 15 ബോളിൽ 32 റൺസാണ് മാക്സ്വെല്ലും സ്വന്തമാക്കിയത്. അവർ നട്ടലായത് ജോഷ് തന്നെയാണ്. 120 റൺസ്, അദ്ദേഹത്തിൻ്റെ 6 സിക്സും 8 ഫോറും അടക്കമായിരുന്നു. 86 ബോളിൽ 120 എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു റൺസ്, അദ്ദേഹത്തിൻ്റെ ആ ചേസിങ് തന്നെയായിരുന്നു കളിയുടെ ഒരു ഗതി തന്നെ മാറ്റിമറിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ 351 എന്നുള്ള ആ ഒരു ടോട്ടൽ മറികടക്കാൻ ഇംഗ്ലണ്ടിന് 47.3 ഓവറിൽ കളി ജയിക്കാനും സാധിച്ചു. 5 വിക്കറ്റിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത്. അപ്പോൾ നാളത്തെ തീ പാറുന്ന ഒരു പോരാട്ടമാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ.